സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശാലോൺ TV ഒരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ നമ്മളോട് സംസാരിക്കുവാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും KCBC ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ സൗഖ്യദായക കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുമ്പസാരം നമുക്ക് പാപമോചനവും അതോടൊപ്പം തന്നെ പുതുജീവനും നൽകുന്ന കൂദാശയാണ്. പ്രീതി ടീച്ചറാണ് ചോദിക്കുന്നത്. പ്രീതി ടീച്ചറുടെ സംശയം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. മഹ്റോൻ ശിക്ഷ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനൊരാളെ അർഹനാക്കുന്നത് ഏത് തരത്തിലുള്ള പാപമാണ്? മഹ്റോൻ ശിക്ഷയ്ക്ക് അർഹമാകുകയല്ല, മഹ്റോൻ ശിക്ഷയ്ക്ക് ഒരാൾക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് പ്രീതി ടീച്ചർ ചോദിക്കും. മഹ്റോൻ ചെല്ലുക എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ കാനൻ നിയമത്തിൽ, പൗരസ്ത്യ കാനൻ നിയമത്തിൽ ഈ ശിക്ഷ എടുത്തു കളഞ്ഞു. മഹ്റോൻ ശിക്ഷ ഇല്ല. പാശ്ചാത്യ കാനൻ നിയമത്തിൽ ചില കാര്യങ്ങളിൽ മഹ്റോൻ ശിക്ഷയുണ്ട്. പൗരസ്ത്യ കാനൻ നിയമത്തിൽ വൈദികരെ ബാധിക്കുന്ന കാര്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ വൈദികരുമായി ബന്ധപ്പെട്ട ശിക്ഷണ നടപടികൾ നിലനിൽക്കുന്നു. അതേസമയം പാശ്ചാത്യ കാനൻ നിയമത്തിൽ മഹ്റോൻ ശിക്ഷയ്ക്ക് ഒരു വ്യക്തി വിധേയമാകാൻ സാധ്യതയുള്ള ലാത്തെ സെൻറ്റൻസിയ എന്ന് ലത്തീൻ ഭാഷയിൽ അത് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്തായി. അയാളെ ഇങ്ങനെ ശിക്ഷ കൊടുത്ത് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അയാൾ പുറത്താകുകയല്ല, അയാൾ ആ പ്രവൃത്തി ചെയ്തതിനാൽ അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ മഹ്റോൻ. അഥവാ സ്വയം ഒരു വ്യക്തി സ്വയം സഭയ്ക്ക് പുറത്താണ് ആയിക്കഴിഞ്ഞു എന്ന സത്യം പ്രഖ്യാപിക്കുന്ന മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നു? അതാണ് മഹ്റോൻ ശിക്ഷ. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ, പാശ്ചാത്യ കാനൻ നിയമം പറയും പരിശുദ്ധ കുർബാനയെ മനഃപൂർവ്വം അവഹേളിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ പരിശുദ്ധ കുർബാന കട്ടുകൊണ്ടുപോയി അത് ചെകുത്താൻ ആരാധകർക്ക് കൊടുക്കുക, അല്ലെ പരിശുദ്ധ കുർബാനയെ ബോധപൂർവം അവഹേളിക്കുന്ന ഏത് പ്രവൃത്തി ചെയ്താൽ, കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കയറി കയ്യേറ്റം ചെയ്തു കുർബാന ഉഴപ്പിക്കളയുക, ഇതെല്ലാം പരിശുദ്ധ കുർബാനയെ നേരിട്ട് ബോധപൂർവം അവഹേളിക്കുന്ന പ്രവൃത്തി. അത് ചെയ്യുന്ന വ്യക്തി അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താണ്. വേറെ ആരും അദ്ദേഹത്തെ പുറത്താക്കേണ്ട കാര്യമില്ല. ആ പ്രവൃത്തിയാൽ ആ വ്യക്തി സ്വയം സഭയ്ക്ക് പുറത്തായി കഴിഞ്ഞു. അത് സഭ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ മഹ്റോൻ ശിക്ഷയിൽ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയുടെ സീല് അല്ലെങ്കിൽ അതിൻ്റെ കുമ്പസാര രഹസ്യം പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തുന്ന വൈദികർ മഹ്റോൻ ശിക്ഷയ്ക്ക് കീഴിലാണ്. മൂന്നാമതായി ഒരു കാര്യവും കൂടിയുണ്ട്. അതും വൈദികർക്കുള്ളതാണ്. അൽമായർക്ക് വളരെ കുറച്ചേ ശിക്ഷയുള്ളൂ, വൈദികർക്ക് ശിക്ഷ കൂടുതൽ. വൈദികർക്കുള്ളതാണ് ആറാം പ്രമാണം ലംഘിച്ച, തന്നോടൊപ്പം ആറാം പ്രമാണം ഏതെങ്കിലും വ്യക്തി ലംഘിക്കാൻ ഇടവന്ന ഒരു വൈദികൻ തൻ്റെ പങ്കാളിയായ ഈ വ്യക്തിയുടെ ഈ പാപം മോചിച്ചാൽ അത്
ആ വൈദികനെ സഭാഭ്രഷ്ടനാക്കുന്നു എന്നുള്ളതാണ്. അതായത് അബ്സല്യൂഷൻ ഓഫ് ആൻ അക്കംപ്ലീസ് എന്ന് പറയും. ഈ പാപത്തിൽ മാത്രമാണിത്. 6-ാം പ്രമാണം വൈദികൻ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊത്ത് ലംഘിച്ചാൽ ആ വ്യക്തിയോട് പറയുക, സാരമില്ല, നിൻ്റെ ഈ പാപമല്ലേ, അത് ഞാനങ്ങ് മോചിച്ചേക്കാം എന്ന് പറഞ്ഞ് മോചിച്ചാൽ, അങ്ങനെ മോചിക്കുന്ന വൈദികൻ സഭയ്ക്ക് പുറത്താണ്. മോചിക്കപ്പെടുന്ന വ്യക്തിയല്ല, മോചിക്കുന്ന വൈദികൻ സഭയ്ക്ക് പുറത്താണ്. മനസ്സിലാവുന്നു? അത് അങ്ങനെ വരുന്ന എല്ലാ തെറ്റുകളും പിന്നെ എങ്ങനെയാണ് മാർപ്പാപ്പ വഴിയെ മോചിക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന സത്യം ഓർത്തിരിക്കും. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ഡാനി ടീച്ചർ ചോദ്യം എന്താണെന്ന്? പിതാവേ, എനിക്ക് ചോദിക്കാനുള്ളത് കുമ്പസാരത്തിലെ കൗദാശിക മുദ്ര എന്നാൽ എന്താണ്? നമ്മുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചൊരു വാക്കാണ് കൗദാശിക മുദ്ര, സാക്രമെൻ്റൽ സീൽ എന്ന വാക്ക്. അതെന്താണെന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ? ഇത് കുമ്പസാര രഹസ്യം സൂക്ഷിക്കാനുള്ള വൈദികൻ്റെ ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കുമ്പസാര മുദ്ര അഥവാ ഈ കൗദാശിക മുദ്ര എന്ന് പറയുന്നത്. കുമ്പസാര രഹസ്യം എന്നത് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഡാനി ടീച്ചർക്ക് ഉത്തരം വ്യക്തമായെന്ന് വരുന്നു അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുക? ഓക്കെ, ജിൻസാണ്. ഓക്കെ, ജിൻസിൻ്റെ ചോദ്യം എന്താണ് ജിൻസ്? പിതാവേ, ഒരു വ്യക്തിക്ക് കുമ്പസാരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ഒരു വൈദികനെ സമീപിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ വൈദികനുമായിട്ട് കുമ്പസാരം നടത്താനുള്ള സാഹചര്യമുണ്ടോ? സഭയുടെ കാനൻ നിയമം അനുസരിച്ച് വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ വോയിസ് ചാറ്റോ ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാനാവില്ല. ആ വ്യക്തി പുരോഹിതൻ്റെ അടുക്കൽ നേരിൽ ചെന്ന് ഇൻ പേഴ്സൺ വ്യക്തിപരമായി പാപം ഏറ്റുപറഞ്ഞാൽ മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ. ആ വ്യക്തിക്ക് നടക്കാൻ മേലാത്തതോ കിടപ്പിലായ രോഗിയാണ് എങ്കിൽ വൈദികൻ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലും. ഇനി വൈദികർ ഒരിടത്തും ഇല്ലാത്ത ഒരു സ്ഥലമാണ് എങ്കിൽ ആ വ്യക്തി പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുമ്പസാരത്തിനുള്ള അവസരം കുറവാണെങ്കിൽ ഇനി അഥവാ സംഭവിച്ചെങ്കിൽ അതിനുവേണ്ടി ശരിക്കും അനുതപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വൈദികനില്ല എങ്കിൽ പിന്നെ കുർബാന സ്വീകരണവും ഇല്ലല്ലോ അവിടെ, അല്ലേ? അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ അവസരം കിട്ടുമ്പോൾ കുമ്പസാരിക്കാൻ ഒരുങ്ങിയിരിക്കുക. അത് മാത്രമേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളൂ എന്നതാണ് സത്യം. കുമ്പസാരം എന്ന കൂദാശ ഒരിക്കൽ പോലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തിരുസഭ അനുവദിച്ചിട്ടില്ല. കുമ്പസാരം എന്ന കുദാശ മാത്രമല്ല, മറ്റൊരു കുദാശ തന്നെയും ഇതുപോലെ സ്വീകരിക്കാൻ പറ്റില്ല അല്ലേ പിതാവേ? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് കുമ്പസാരം മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാന പോസ്റ്റിലൂടെ സ്വീകരിക്കാമോ എന്ന് ചോദിക്കുന്ന അതുപോലെയാണിത്. യെസ്. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? പിതാവേ, ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. എങ്കിലും എനിക്കൊരു സംശയമുള്ളത്, ഒരു കുമ്പസാരം അപൂർണമായി പോകുന്നത് ഏതൊക്കെ സമയത്തായിരിക്കും, അല്ല എങ്ങനെയായിരിക്കാം ഒരു കുമ്പസാരം അപൂർണമായി തീരുന്നത്? ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. അപൂർണമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ബിജു സാർ ഉദ്ദേശിക്കുന്നത്? ആ കുമ്പസാരത്തിന് അതിൻ്റെതായ ഫലമില്ലാതെ പോകുന്നത്. ഫലമില്ലാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അനുതാപത്തോടെ കുമ്പസാരിക്കാതെ വരും. ശരിയായ അനുതാപമില്ലാതെ എന്ന് പറഞ്ഞാൽ പാപത്തെ ഉപേക്ഷിക്കാനുള്ള തീരുമാനവും ദൈവത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയാണെന്ന ബോധവുമില്ലാതെ ഒരു വ്യക്തി കുമ്പസാരിച്ചാൽ അത് ഫലശൂന്യമാകും. 2, മാരക പാപങ്ങൾ ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് കുമ്പസാരിക്കുന്നത് അത് ഫലമില്ലാത്ത കുമ്പസാരം ആയി മാറുന്നു. 3, ആ വ്യക്തി പ്രാശ്ചിത്തമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ബോധപൂർവം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രാശ്ചിത്ത കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ഫലമില്ലാതായിത്തീരും. 4, ഈ വ്യക്തി ഒരു നിയമാനുസൃതം കുമ്പസാരിപ്പിക്കാൻ അധികാരവും അനുവാദവുമുള്ള വൈദികൻ്റെ അടുക്കലായിരിക്കണം കുമ്പസാരിക്കേണ്ടത്. അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കുമ്പസാരിച്ചാൽ അത്
ഫലമില്ലാത്ത കുമ്പസാരമായി തീരും. ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. വ്യക്തമായ പിതാവേ. പിതാവേ, അതിനോട് ചേർന്ന ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. കത്തോലിക്കനായ ഒരു വ്യക്തിക്ക് മറ്റ് ഏതെങ്കിലും സഭയിലെ വൈദികരുടെ അടുത്ത് കുമ്പസാരിച്ചാൽ അങ്ങനെ കുമ്പസാരിക്കാൻ സാധിക്കുമോ? ഒന്ന് വിശദീകരിക്കാമോ? മറ്റ് ലാറ്റിൻ അതല്ല, മറ്റ് അകത്തോലിക്ക സഭയിലെ ഓർത്തഡോക്സ് ഓർത്തഡോക്സ്, യാക്കോബായ അങ്ങനെ ഒക്കെയുള്ള. യെസ്, അതായത് ഇത്തരം കാര്യങ്ങളിൽ സഭയുടെ നിലപാടുകൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ്. ഒന്ന്, ഇതേക്കുറിച്ചുള്ള പൊതുതത്വമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന സഭയിലെ ഇന്ന വൈദികർ എന്നുള്ള ഒരു നിലപാട് നമ്മൾക്ക് ഈ ഒരു സഭ ഐക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നില്ല. മറിച്ച് ഇതേക്കുറിച്ചുള്ള പൊതു നിയമം പറയാൻ സാധിക്കും എനിക്ക്. പൊതു നിയമം ഇപ്രകാരമാണ്: കത്തോലിക്കരായവർ നിയമാനുസൃതം കുമ്പസാരിക്കാനുള്ള അധികാരമുള്ള കത്തോലിക്ക വൈദികരുടെ അടുക്കൽ കുമ്പസാരിക്കുന്നതാണ് ശരിയായ കുമ്പസാരം. മറ്റ് പല സഭകളിലുമുള്ള പ്രതിസന്ധി എന്ത് എന്ന് ചോദിച്ചാൽ, പല സഭകളിലും കുമ്പസാരം എന്ന, പല ക്രൈസ്തവ സമൂഹങ്ങളിലും കുമ്പസാരം എന്നൊരു കൂദാശി ഇല്ല. അങ്ങനൊരു കൂദാശി ഇല്ല. അല്ലെങ്കിൽ ആ കൂദാശയെ കത്തോലിക്ക സഭ കരുതുന്ന രീതിയിൽ നിത്യരക്ഷയുടെ അനിവാര്യ സത്യമായി അത്തരം സഭകൾ അംഗീകരിക്കുന്നില്ലായിരിക്കും. ആ സഭകളിൽ അതൊരു കൂദാശ അല്ല എങ്കിൽ നമ്മൾ പോയി ആ കൂദാശ സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അല്ലേ? ഇനി കത്തോലിക്കർക്ക് യാതൊരു സാധ്യതകളും കത്തോലിക്ക വൈദികൻ്റെ അടുക്കൽ പോകാൻ ഇല്ലാതിരിക്കുമ്പോൾ ശ്ലൈഹിക പിന്തുടർച്ചാവകാശമുള്ള സഭകളിലെ വൈദികരുടെ അടുക്കൽ കുമ്പസാരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകളെ നിർണയിക്കേണ്ടതും നിർവചിക്കേണ്ടതും അതാത് രാജ്യങ്ങളിലെ അല്ലെ ദേശങ്ങളിലെ മെത്രാൻ സമിതിയാണ്. കത്തോലിക്ക മെത്രാൻ സമിതിയാണ് അത്തരം കാര്യങ്ങളിൽ എക്യുമെനിക്കൽ ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് ഓരോ വിശ്വാസിക്കോ അല്ലെ ഓരോ ഒറ്റപ്പെട്ട വൈദികനോ എടുക്കാവുന്ന തീരുമാനം അല്ല. താങ്ക് യു പിതാവേ. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുക? ഓക്കെ, ഷീജ ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ സംശയം ഇതാണ്: ആണ്ടുകുമ്പസാരം എന്താണ്? അതിന് സഭ എന്തിനാണ് അത് ഉദ്ദേശിക്കുന്നത്? ആണ്ടുകുമ്പസാരം എന്നതിലൂടെ സഭ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തിരുസഭയുടെ കൽപ്പനകളിലെ രണ്ടാമത്തെ കൽപ്പനയാണത്, അല്ലേ? ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം. ഓക്കെ, പെസഹ കാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ എപ്പോൾ കുമ്പസാരിക്കണം? പെസഹ കാലത്ത് തന്നെ കുമ്പസാരിക്കണം, എന്നാലേ പ്രസാദപരാവസ്ഥയിൽ കുർബാന സ്വീകരിക്കത്തുള്ളൂ. ഇങ്ങനെയൊരു നിയമം സഭയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ആണ്ടുകുമ്പസാരം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്ന ഇല്ല എങ്കിൽ ആ വ്യക്തി ചാവുദോഷത്തിലാണ് ജീവിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാന്നില്ല എന്നുള്ളത് അതിനാൽ തന്നെ എന്താണ്? ചാവുദോഷമാണ്. അതാണ് ആണ്ടുകുമ്പസാരം എന്നതിലൂടെ ഉദ്ദേശിക്കുക. അതിൻ്റെ അർത്ഥം വർഷത്തിൽ ഒരിക്കൽ മാത്രം കുമ്പസാരിച്ചാൽ മതി എന്നല്ല. നമ്മുടെ ശരീരത്തിൽ ചെളി പറ്റിയാൽ അതെപ്പോഴാണ് കഴുകേണ്ടത്? വർഷത്തിലൊരിക്കലാണ്. വർഷത്തിലൊരിക്കൽ കുളിച്ചാൽ മതി എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ അതെന്തൊരു വിരോധാഭാസമായിരിക്കും. ആ വ്യക്തിയുടെ അവസ്ഥ എത്രമേൽ കഷ്ടമായിരിക്കും, ഇല്ലേ? എന്നതുപോലെ നമ്മുടെ ആത്മാവിനെ ബാധിച്ച രോഗം, ആത്മാവിൽ പുരണ്ട കറ, അതാണ് പാപം. അത് ഏറ്റവും വേഗത്തിൽ അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് ഏറ്റവും അനുകരണീയമായ മാർഗം. ഇനി വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നില്ല എങ്കിൽ അതിൽ തന്നെ ചാവുദോഷമായ തെറ്റാണ് എന്നാണ് തിരുസഭാ കൽപ്പനയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. താങ്ക് യു പിതാവേ. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുക? വർഗീസ് സാറാണ്. ഓക്കെ, വർഗീസ് സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ സംശയം ഇതാണ്: ഒരു പാപി പൂർണ്ണമായ അനുതാപത്തോടു കൂടി കുമ്പസാര വേദിയിൽ അണിയുന്നു.
ശരിയായ പാവബോധമുണ്ട്. ആ കുമ്പസാരത്തിലുള്ള ക്യൂവിൽ നിന്നുകൊണ്ട് ആ കുമ്പസാരിക്കാനുള്ള അവസരം കിട്ടാതെ അവിടെ വെച്ച് മരിച്ചു പോകുന്നു, ഹാർട്ട് അറ്റാക്ക് പിടിച്ച്. അങ്ങനെയുള്ള ഒരു പാവിക്ക് പാവമോചനം ലഭിക്കുമോ? നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുമോ? യെസ്, വർഗീസ് സാറ് ചോദിച്ചത് ഒരു സാങ്കല്പിക ചോദ്യമാണ്, എങ്കിൽ പോലും അത് പ്രേക്ഷകർക്ക് താല്പര്യമുള്ളൊരു ചോദ്യമാണ്. ഒരാൾ കുമ്പസാരിക്കാൻ വേണ്ടി പോയി കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ ലൈൻ നിൽക്കുന്നു. ലൈൻ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളി മാരകപാപത്തിലാണ്. ആ മാരകപാപം മോചിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെ വന്ന് നിന്നതാണ്. വൈദികൻ്റെ അടുക്കൽ ചെന്ന് പാപം ഏറ്റു പറയുന്നതിന് തൊട്ട് മുമ്പ്, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 2-3 പേരുടെ മുമ്പിലുണ്ടായിരുന്നു. ആ നേരത്ത് മനുഷ്യൻ അറ്റാക്ക് വന്ന് മരിച്ചുപോയി, അല്ലേ? ഇതാണ് വർഗീസ് സാറിൻ്റെ ചോദ്യം. യെസ്, അങ്ങനെ വന്ന പാപമോചനം കിട്ടുമോ? അത് മരണാനന്തരമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് വർഗീസ് സാറിൻ്റെ ചോദ്യം, അല്ലേ? മരണാനന്തരമുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കാർക്കും തീർച്ചയായും തീരുമാനവും ഇവിടെ പ്രഖ്യാപിക്കാൻ പറ്റിയത്. അത് പിന്നീട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തി. ദൈവമാണ് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ തമ്പുരാൻ തീരുമാനിക്കാം ആ വ്യക്തി ശരിയായ അനുതാപത്തോടെ വന്ന് പാപം ഏറ്റുപറയാൻ വേണ്ടി നിന്നു, പക്ഷേ അതിനവസരം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുതാപം യോഗ്യതയായി കരുതി ദൈവം ആ വ്യക്തിക്ക് പാപമോചനം നൽകാം. അത് ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് തീരുമാനം പറയാനോ അതിനെ വിലയിരുത്താനോ നമുക്കാർക്കും അവകാശമില്ല, അല്ലേ? അതുകൊണ്ട് ശരിയായ അനുതാപത്തോടെ ആ വ്യക്തി വന്ന് നിന്നതാണ്. ഇങ്ങനെ ആകസ്മികമായി മരിച്ചു എങ്കിൽ ആ വ്യക്തിയെ ദൈവം വിധിക്കട്ടെ, തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് നമുക്കതേക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ആരെക്കുറിച്ചാണ്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പാപികളെക്കുറിച്ചാണ്. അതുകൊണ്ട് അറ്റാക്ക് വരുന്നത് വരെയൊന്നും നോക്കി നിൽക്കേണ്ട, അടുക്കൽ കുമ്പസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം. അപ്പോൾ നമ്മുടെ പൂർവികർ പറയുന്നത് പോലെ ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത അതൊക്കെ സൂചിപ്പിക്കുന്നു, അല്ലേ? യെസ്, അതായത് നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് പാപമില്ലാത്ത അവസ്ഥയിൽ വരപ്രസാദത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടുക, അതിനെയൊക്കെയാണ് നമ്മുടെ കാർന്നോന്മാർ നല്ല മരണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം അനുദപിച്ച് പള്ളിയിൽ പോയി കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ മരിച്ചു എന്നുള്ളത് മോശം മരണം എന്ന് ഞാൻ വിധിക്കുകയല്ല, പക്ഷെ അത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ്. സി കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സൗഖ്യദായക കുദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങൾക്കുമൊക്കെ വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും പിതാവ് വളരെ മനോഹരമായിട്ട് ദൂരീകരിച്ചു. ഇന്ന് ഈ ദിവസം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച അഭിമന്യ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം ടിവിയുടെ പേരിലുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നേ ദിവസം ഇവിടെ സംശയങ്ങൾ ചോദിക്കുവാനും ക്ലാസ്സിൽ പങ്കെടുക്കുവാനും എത്തിച്ചേർന്ന വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ മതാധ്യാപകർക്കും യുവജന സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഈശോയിൽ എല്ലാവർക്കും നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.